നിഖിൽ ഇന്നലെ മലപ്പുറത്തും കണ്ടിരുന്നു മഴയത്തുള്ള ഒരു VD അനുകൂല പ്രകടനം. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കാണുന്നത് KCയുടെ ഫ്ലക്സിൽ സ്പ്രേ പെയിന്റ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് VDയുടെ ഫ്ലക്സിൽ തുപ്പൽ, ഇപ്പുറത്ത് സ്പ്രേ പെയിന്റ്, ആകെ മൊത്തം അൽഗുൽത്താണ്. നിഖിൽ. ഹാഷ്മി പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ DCC ഓഫീസിന് മുന്നിലാണ് ഞാനുള്ളത്. അവിടെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന് അനുകൂലമായൊരു ഫ്ലക്സ് വെച്ചിരുന്നു. ആ ഫ്ലക്സിൽ ഇപ്പോൾ സ്പ്രേ പെയിന്റ് പ്രതിഷേധം നടത്തുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, മലപ്പുറം നഗരത്തിൽ വെച്ചിട്ടുള്ള നിരവധി ഫ്ലക്സുകളിൽ സമാനമായ രീതിയിൽ KC വേണുഗോപാലിന്റെ ചിത്രങ്ങളുള്ള ഫ്ലക്സിലൊക്കെ VD അനുകൂലികൾ ഇത്തരത്തിൽ സ്പ്രേ പെയിന്റ് അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ മലപ്പുറം DCC ഓഫീസിന് നേരെ മുന്നിലാണ്. എന്ന് മാത്രമല്ല, ഈ ഫ്ലക്സിന് പകരമായി, അതായത് അതിൻ്റെ പകരമായി VD സതീശൻ അനുകൂലമായിട്ടുള്ള ഒരു ഫ്ലക്സ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ജനനായകൻ നയിക്കട്ടെ എന്നാണ് ആ ഫ്ലക്സിൽ പറയുന്നത്. അതുകൂടി നമുക്ക് കാണാൻ കഴിയും. ഈ ഫ്ലക്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. KCക്ക് അനുകൂലമായിട്ടുള്ള ഫ്ലക്സ് ആണ് ഈ DCC ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമായി ഇപ്പോൾ VD സതീശന് അനുകൂലമായിക്കൊണ്ട് ജനനായകൻ നയിക്കട്ടെ എന്നൊരു ഫ്ലക്സ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ കേരളത്തിന് ഇനി ജനകീയ സർക്കാർ എന്ന് കാണിച്ചുകൊണ്ട് KC വേണുഗോപാലിന്റെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിഖ് അലി തങ്ങളുടെയും സണ്ണി ജോസഫിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഫ്ലക്സ് UDF പ്രവർത്തകർ ഒന്നടങ്കം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലക്സിലും KC വേണുഗോപാലിന്റെ ചിത്രത്തിന് മുകളിൽ ഇപ്പോൾ സ്പ്രേ പെയിന്റ് ഒഴിച്ചിരിക്കുകയാണ് പ്രവർത്തകർ. എന്തായാലും ഇന്നലെ നമ്മൾ ജില്ലയിൽ കണ്ടത് ഇതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനമാണ് മലപ്പുറം നഗരത്തിലൂടെ നടന്നതായി നമ്മൾ കണ്ടത്. നല്ല മഴയത്തും ഒരുപാടധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്ന് VD സതീശന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. VD അല്ലാതെ മറ്റാരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നു പ്രവർത്തകരുടെ ഒരു പൊതുവികാരം. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അതായത് ഒരു ടേം വ്യവസ്ഥയിൽ പകുതി വർഷം VD, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും അംഗീകരിക്കില്ല, KC ഒരിക്കലും നിയമസഭ കാണാത്ത തരത്തിൽ പ്രവർത്തകർ മാറ്റും എന്നൊക്കെയുള്ള തരത്തിലുള്ള വികാരമാണ് അവർ പ്രകടിപ്പിച്ചത്. പ്രകടനം തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ മഴ പെയ്തിരുന്നു. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വൈകിട്ടോടുകൂടി ചെമ്മാടും കരുവാരക്കുണ്ടിലും ഒക്കെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അത് തുടരുമെന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാവുന്നത് വരെ ദിവസവും സമാനമായ രീതിയിൽ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചുമതലകളിൽ ഇരിക്കുന്ന ഭാരവാഹികളൊന്നും തന്നെ നേരിട്ട് ഈ പ്രകടനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ചുമതലയിലുള്ള ആളുകളുടെ തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ തന്നെ പിന്തുണയോട് കൂടിയിട്ടാണ് പല പ്രകടനങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും DCC ഓഫീസിന് മുന്നിൽ ഈ KC വേണുഗോപാലിന്റെ ചിത്രത്തിൽ ഇന്നിപ്പോൾ സ്പ്രേ പെയിന്റ് അടിച്ച നടപടി ഇത്ര സമയമായിട്ടും DCC ഓഫീസിന് മുന്നിൽ തന്നെ തുടരുന്നുണ്ട്. ആ ഫ്ലക്സ് എന്ന് മാത്രമല്ല, VDക്ക് അനുകൂലമായിട്ട് ഈ DCC ഓഫീസിന് മുന്നിൽ ഒരു ഫ്ലക്സ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഹാഷ്മി, ഇന്നലെ KC വേണുഗോപാലിന് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളുടെ, അതായത് AICC നിരീക്ഷകർക്ക് മുന്നിൽ KCക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളുടെ പട്ടിക ഇന്നലെ പുറത്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ മുകുൾ വാസ്നിക്കിന്റെ കയ്യിൽ നിന്ന് ചോർന്ന ഒരു ചിത്രത്തിൽ കണ്ട MLA മാർക്കൊപ്പം അതിനൊപ്പം തന്നെ മറ്റ് മുഴുവൻ പേരും VDക്ക് അനുകൂലമായും KCക്ക് അനുകൂലമായും RCക്ക് അനുകൂലമായും വോട്ട് ചെയ്ത മുഴുവൻ പേരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ മാറി ചെയ്ത, അതായത് VD സതീശന് ചെയ്യുമെന്ന് ജനം പ്രതീക്ഷിച്ച് മാറി ചെയ്ത MLA മാരുടെ ഫേസ്ബുക്ക് വാളുകളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊങ്കാലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ അവർ പ്രതിഷേധം അറിയിക്കുകയാണ്. അവർ നിങ്ങളെ മാത്രം കണ്ടുകൊണ്ടല്ല ജനം വോട്ട് ചെയ്തത് എന്നാണ് ഈ MLA മാരുടെ വാളുകളിലൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പലരുടെയും വാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ പരസ്യമായൊരു നിലപാടെടുത്ത് സന്ദീപ് വാര്യരായിരുന്നു. സന്ദീപ് വാര്യർ പാണക്കാട്ടെത്തി KCക്കാണല്ലോ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ചിത്രത്തെ അദ്ദേഹം നിഷേധിച്ചില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം KCക്കാണ് വോട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ രണ്ട് പക്ഷമായിട്ടുണ്ടെങ്കിൽ KPC അധ്യക്ഷൻ ഒരു പക്ഷം ചേരുന്ന കാഴ്ച അടക്കം കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.